കേരളത്തിൻ്റെ മുക്കിനും മൂലയിലും എവിടെയും വിറ്റുപോകുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഒന്നോ രണ്ടോ സാധനങ്ങൾ അതിനെ ഒന്ന് മിക്സ് ചെയ്യുക, ബോട്ടിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ആ പ്രോഡക്റ്റ് നമുക്ക് ഓരോ സ്ഥലത്തും കിട്ടുന്നതാണ്. നിങ്ങളൊക്കെ മിക്കവാറും എല്ലാ മാസത്തിലും 4-5 തവണ വാങ്ങിക്കുന്ന പ്രോഡക്റ്റാണ്. പല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. പ്രത്യേകിച്ച് ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അവർ വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇത്. അല്ലാതെ തന്നെ ഫുഡിലേക്ക് വേണ്ട ഒരു ഐറ്റമായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പ്രോഡക്റ്റ്, വളരെ എളുപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്, അതുപോലെ വളരെ നല്ല വിപണിയുള്ള ഒരു പ്രോഡക്റ്റ്, നല്ല രീതിയിൽ ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലാകും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഉറപ്പിക്കാം ഇത് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം. ഐഡിയ മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ലോക്കലി, നിങ്ങളുടെ അവിടുത്തെ തദ്ദേശീയമായിട്ട് അവിടുത്തെ അവസ്ഥ നോക്കിയിട്ട് നിങ്ങൾക്കൊരു 5-10 കിലോമീറ്ററിൽ ചുറ്റളവിൽ ഇത് വിൽക്കാൻ പറ്റും എന്നുറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. ഇതിനോടനുബന്ധിച്ചുള്ള മറ്റു പ്രോഡക്റ്റുകൾ പതിയെ നമുക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് പനിനീരാണ്. എല്ലാവർക്കും ക്ലിക്കായി കാണും ഐറ്റം എന്താണ് എന്നുള്ളത്. പനിനീർ ഉണ്ടാക്കി ബോട്ടിൽ ചെയ്ത് വിൽക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. റോസ് വാട്ടർ എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷിലുള്ള പേര്. പൂജ ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ബ്യൂട്ടി പാർലറുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത് കൂടാതെ തന്നെ നമുക്ക് ഫുഡ് ഐറ്റത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത്, എന്ത് അനുപാതമാണ്, എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് സൊല്യൂബിൾ റോസ് എസൻസ് വേണം. അത് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും. ഇനി അഥവാ കിട്ടുന്നില്ലെങ്കിൽ ഇന്ത്യ മാർട്ട്, എക്സ്പോർട്ടേഴ്സിന്റെ അങ്ങനെയുള്ള സൈറ്റുകളിൽ കയറിയാലും കിട്ടും. ഇല്ലെങ്കിൽ ആമസോൺ പോലെയുള്ള സൈറ്റുകളിലും അത് ലഭ്യമാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് അവിടെ കയറി വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. ഈ സോല്യൂബിൾ റോസ് എസൻസ് വേണ്ടത് നമുക്ക് 5 ml ആണ്. പിന്നെ വേണ്ടത് ശുദ്ധജലം. അത് വേണ്ടത് 95 ml ആണ്. അതായത് 100 മില്ലിയുടെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ അളവ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒന്നാമത്തെ ഐറ്റവും രണ്ടാമത്തെ ഐറ്റവും തമ്മിൽ നന്നായി മിക്സ് ചെയ്ത് ബോട്ടിൽ ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ അതിന്റെ സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് എവിടാണെന്ന് നോക്കാം. ഈ ക്ഷേത്രങ്ങൾക്ക് അടുത്തുള്ള കടകളിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകും. പിന്നെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന മറ്റുള്ള സ്ഥലങ്ങളിലുള്ള കടകളുണ്ടല്ലോ, അവിടെയും ഇത് വിറ്റുപോകും. ലേഡീസ് സ്റ്റോറുകൾ, ഫാൻസി സ്റ്റോറുകൾ ഉണ്ടല്ലോ, അവിടെ നന്നായിട്ട് വിറ്റുപോകും. ബ്യൂട്ടി പാർലറുകളിൽ നന്നായിട്ട് വിറ്റുപോകും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്കിത് വിൽക്കാൻ പറ്റുന്നത്. ബ്യൂട്ടി പാർലറുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ബൾക്കായിട്ട് കൊടുക്കാൻ പറ്റും. കാരണം ഈ 50 ml 100 ml ബോട്ടിൽ കൊടുക്കാതെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ അവിടെ കൊടുക്കാൻ പറ്റും. ചെറിയ ബോട്ടില്, വലിയ ബോട്ടില്, 1/2 ലിറ്റർ, 1 ലിറ്റർ, 2 ലിറ്റർ അങ്ങനെയുള്ള ബോട്ടിലുകളിലാക്കി നമ്മൾ ലേബൽ ചെയ്യുക മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് ഇതിന് FSSAIയുടെ ഒരു രജിസ്ട്രേഷൻ എടുത്തു വെക്കുന്നതും ആ നമ്പർ നിങ്ങളുടെ ലേബലിൽ കാണിക്കുന്നതും നല്ലതായിരിക്കും. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.